ഇഷ്ടമുള്ള ആൾ വേണം, അതിനൊന്നും കൈവിടാണ്ടിരിക്കണം. കരയണ്ട, നേരെ പറയും. പിന്നെ തമിഴ്നാട് പറ്റുമോ? കുഴപ്പമില്ല. അതായത് പിന്നെ പാലക്കാട്, ഇവിടെ പാലക്കാട് ഉദുമൽപേട്ട അവിടെ അനിയത്തി ഉണ്ട്, അത് കാരണം. അപ്പൊ നമുക്ക് കോയമ്പത്തൂര് പറ്റുമോ? കോയമ്പത്തൂര് പറ്റൂ, പൊള്ളാച്ചി, ഉടുമൽപേട്ടൊക്കെ പറ്റൂ. അതല്ലാണ്ട് പാലക്കാട് പറ്റൂലേ? കേരളത്തിൽ പാലക്കാട് ജില്ല മാത്രം മതിയോ? ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ കൊഴിഞ്ഞാമ്പാറ പള്ളത്തേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൊഴിഞ്ഞാമ്പാറ എത്തേണ്ട അതിൻ്റെ മുമ്പാണ് ഈ പള്ളത്തേരി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെ വന്നത് ഷാജിദാനെ കാണാനാണ്. ഷാജിദാക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. ഇപ്പോൾ ഉള്ളത് ഷാജിദാൻ്റെ വീട്ടിലല്ല, ഏട്ടത്തിൻ്റെ വീടുണ്ട് ഒറ്റപ്പാലത്ത്, അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ആളെ കാണാൻ വന്നതാണ്. അപ്പോൾ നമുക്ക് ഷാജിദാൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഷാജിദാക്ക് ഇടത് കൈക്ക് ഒരു ബലം പിടിച്ച പോലെയാണ്. അതായത് ഉമ്മ പറഞ്ഞത് ചോറ് വാർക്കാനും പറ്റൂല, മുടി കെട്ടാനും പറ്റൂല എന്നുള്ളതാണ്. ആ രണ്ട് വിഷയം മോനെ ഓക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അതായത് ബാക്കിയുള്ള വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഓള് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ പഠനം 4ാം ക്ലാസ് വരെയേ ഉള്ളൂ. ആ ഒരു സമയത്ത് ആ ഒരു വിദ്യാഭ്യാസമേ ഒക്കുള്ളൂ എന്നുള്ളതാണ്. ബാക്കി നമുക്ക് അവരെ പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും ഉപ്പ. എന്തൊക്കെയാ വിശേഷം? നല്ല വിശേഷം. ഇത് ഷാജിദാന്റെ ഉപ്പയാണ്, ഇത് ഉമ്മയാണ്, ഇതാണ് ഷാജിദ. ഷാജിദ സുഖല്ലേ? വലൈസ്ലാം. സുഖല്ലേ? ഇവരിപ്പോ പിന്നെ പള്ളത്തേരിയിൽ നിന്ന് വന്നതാണല്ലേ, ഇവിടത്തേക്ക് വന്നതാണ്. ഇവിടെ നല്ല മഴയാണ്. ഷാജിദാന്റെ ഇതാ ഈ ഇടത് കൈക്കില്ലേ, ഇടത് കൈ ഇതാണ് ബുദ്ധിമുട്ട്. അതായത് കൈ മടക്കാനൊക്കെ പറ്റൂലേ? പിന്നെ ഒരു വെയിറ്റ് ഉള്ള ഒന്നും എടുക്കാൻ പറ്റൂല അല്ലേ? വിരല് അതെ. അല്ലാണ്ട് നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, കാലിന് വിഷയമൊന്നും ഇല്ലല്ലോ, ഈ കൈക്കാണ് വിഷയം ഉള്ളത് അല്ലേ? അതെ അതെ. എന്നാൽ ഇവിടെ ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ ഷാജിദാൻ്റെ സിസ്റ്റർ ഇവിടെ ഉണ്ട്. ഇത്താ, ഷാജിദാക്ക് പിന്നെ ഈ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലേ, ഈ കൈയിൻ്റെ പ്രശ്നം മാത്രമേ. അല്ലാണ്ടൊക്കെ പക്വതക്കുറവ് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. ഇവിടെ കുക്കിങ്ങും കാര്യമെല്ലാം ചെയ്ത് പൈസേൻ്റെ കണക്കൊക്കെ അറിയോ ഷാജിദാക്ക്? കുറച്ചേ അറിയുള്ളൂ അല്ലേ? അത് സ്കൂള് പോവാത്തതിൻ്റെ പേരിൽ അറിയാത്തതാണ് അല്ലേ? അല്ലാണ്ട് പഠന വൈകല്യം എന്താ ഉണ്ടോ? പറഞ്ഞോ. പൈസ കുഴപ്പമില്ല, അതെല്ലാം അതിന്റെ ഇതൊക്കെ അറിയാം, എന്നാലും നമ്മുടെ അത്ര അറിയില്ല. അതെ, ഒറ്റക്ക് 4ാം ക്ലാസ്സിന്റെ വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടുള്ള അറിയാണ് അല്ലേ? യാത്രയൊക്കെ ചെയ്യലുണ്ടോ? ഒറ്റ ബസ്സെല്ലാം കയറി പോവോ? ബസ് കയറിയിട്ട് ഞങ്ങൾ ഇതുവരെ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. പോകുമ്പോഴും കൂടെ ആളുണ്ടാവും. അതെ, ബസ്സിന്റെ ബോർഡ് വായിക്കാൻ അതൊക്കെ ഒറ്റയ്ക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. ബസ്സിന്റെ ബോർഡൊക്കെ വായിക്കാന് ബോർഡ് വായിക്കല് കമ്മി ആണ്. അങ്ങനെ അറിയില്ലല്ലേ? പഠന വൈകല്യം ചെറുതായിട്ടുണ്ടല്ലേ? അപ്പോൾ എഴുതാനും വായിക്കാനും ചെറിയൊരു കമ്മി ഉണ്ട്. പിന്നെ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യൂല്ലേ? വീട്ടിലത്തെ എല്ലാ കാര്യം അടിച്ചോരുക, തുടക്കുക, ഫുഡ് ഉണ്ടാക്കുക, അതൊക്കെ ചെയ്യും ഒരു കൈ കൊണ്ടാണ്. ആളധികം സംസാരിക്കൂലേ ഷാജിദ? സംസാരം കുറവാ അല്ലേ? ആവശ്യത്തിന് മാത്രം. അതെ, ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന അങ്ങനെ ഒരു പ്രകൃതമാണ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ച് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഓളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരാളെ നമുക്ക് വേണ്ടുള്ളൂ. അതുകൊണ്ടാണ്. ഇപ്പം എത്ര വയസ്സായ? വയസ്സ് 35 കഴിഞ്ഞ് 36 അല്ലേ? നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? ദൂരം എന്ന് പറഞ്ഞാൽ തമിഴ്നാട് പറ്റുമോ? അതായത് പിന്നെ പാലക്കാട്, ഇവിടെ പാലക്കാട് ഉദുമൽപേട്ട അവിടെ അനിയത്തി ഉണ്ട്, അത് കാരണം. അപ്പൊ നമുക്ക് കോയമ്പത്തൂര് പറ്റുമോ? കോയമ്പത്തൂര് പറ്റൂ, പൊള്ളാച്ചി, ഉടുമൽപേട്ടൊക്കെ പറ്റൂ. അതല്ലാണ്ട് പാലക്കാട് പറ്റൂലേ? കേരളത്തിൽ പാലക്കാട് ജില്ല മാത്രം മതിയോ? തൃശ്ശൂരും പറ്റും അല്ലേ? പാലക്കാട് തൃശ്ശൂരും പറ്റും. അപ്പോൾ അൻപാന തമിഴ് മക്കളെ ഉങ്ങൾക്കും இந்த നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അല്ലേ? இந்த கொஞ்சம் தமிழும் பேசணும் இல்லையா? அதான். அப்போது தமிழ்நாட்டில் உடுமல்பேட்டு, அப்புறம் வந்து கோயம்புத்தூரில் வேறு எங்கே சொன்னீங்க? பொள்ளாச்சி, அங்கெல்லாம் இருக்கிறவரும் നമുക്ക് ഓക്കെ தான். ഷാജിദാക്ക് തമിഴ് അറിയാം? അങ്ങനെ അറിയില്ല, പറഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ പിന്നെ പാലക്കാട് കുറച്ചൊക്കെ തമിഴും ഉണ്ടല്ലോ അല്ലേ? അതെ. ഷാജിദാൻ്റെ കല്യാണം എന്താ വൈകാൻ കാരണോ? ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരിങ്ങനെ വെയ്യാത്തല്ലേ വെച്ചിട്ട് കൊടുക്കാൻ പിന്നാക്കായി. ഇപ്പം ഇവർക്ക് വയസ്സായി തുടങ്ങിയപ്പോൾ അവളും കൂടെ ഉണ്ട്. ഞങ്ങളുടെ കാലം കഴിയുമ്പോഴേക്കും അവൾക്ക് ആരെങ്കിലും കൊടുക്കണമെന്ന് ഇപ്പോഴേ ഇപ്പോൾ വാപ്പാക്കും ഉമ്മാക്കും ബുദ്ധി ഉദിച്ചത്.
അതെ. ഇത്രയും നാള് ചെറുപ്പത്തിലൊക്കെ ഒരു പ്രായത്തിലൊക്കെ അടുത്തൊക്കെ വന്നായിരുന്നു. അപ്പം അവരിങ്ങനെ വയ്യാത്തതിന് കൊടുക്കണില്ല വെച്ചിട്ട് അങ്ങനെ ഇരുന്നു. അതാണ് കല്യാണം അങ്ങനെ വൈകാൻ കാരണം അല്ലേ? അതെ അതെ അതെ. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന സ്വീകരിക്കാം? ഒരു 50 വയസ്സിൻ്റെ 35 ഒക്കെ ആയത് അല്ലേ? 56 ആയത്. ഒരു 45 അല്ലേ? 47 50ൻ്റെ ഉള്ളിൽ അല്ലേ? 46 45 ഒക്കെ നമുക്ക് പറ്റും. ഭാര്യ മരിച്ചതും ഡിവോഴ്സ് ആയതൊക്കെ നമുക്ക് പറ്റും. നിലവിൽ ഭാര്യ ഉണ്ടാവരുത്. കുട്ടികളുള്ള കുഴപ്പമില്ലല്ലോ. അതെ, നല്ല ജോലിക്ക് പോയി നോക്കുന്ന ആളായിരിക്കണം. അതെ, എന്ത് പണിയാലും വിഷയമല്ല. ദിവസം പണിയെടുത്തിട്ട് ജീവിക്കുന്ന പോലെ ജോലി ഇന്നത് വേണം അങ്ങനെയൊന്നുമില്ല. എന്തായാലും ഒരു കൈത്തൊഴിൽ സ്ഥിരമായിട്ട് കുടുംബം നോക്കണ പോലെ ഓളെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം അല്ലേ ഷാജിദ? ഷാജിദക്ക് എന്താ പറയാനുള്ളത്? എങ്ങനെയുള്ള പിയാപ്പിളിനെയാ വേണ്ടേ? എനിക്ക് ഇഷ്ടപ്പെടുന്ന ആള് വേണം. അതിനൊന്നും കൈവിടാണ്ടിരിക്കണം. കരയണ്ട, നേരെ പറയും. പിന്നെ നേരെ നോക്കുന്ന ഒരാളെ കിട്ടണം. കൈവിടാത്തവനായിരിക്കണം, ഒന്ന് നോക്കണവനായിട്ട്. അതിന് വേണ്ടുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരാളാവട്ടെ. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ 4 പേര്. 4 പെൺകുട്ടികളാ? അല്ല, ഒരാണുണ്ട്. 3 പെണ്ണും ഒരാണും അല്ലേ? അപ്പോൾ ഇവരുടെ വീട് എന്നൊക്കെ പറയുന്നത് ചെറിയ വീടാണ്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് അങ്ങനെ വലിയ ഇതൊന്നുമല്ല, പാവപ്പെട്ട ഫാമിലിയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരുന്ന, അന്നന്ന് ജോലിക്ക് പോയിട്ട് ഓളെ നോക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള നല്ല ആലോചനകൾ, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നല്ലവരായ ആൾക്കാരെ മാത്രം കോൺടാക്ട് ചെയ്യുക. വേറെ നിങ്ങൾക്ക് എന്താ പറയാനുണ്ടോ? പിന്നെ നല്ലപോലെ അന്വേഷിക്കണം. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ പല ആൾക്കാരോടും വിളിക്കുന്ന എല്ലാവരും നല്ലവരായിരിക്കില്ല. മാക്സിമം പെണ്ണുങ്ങൾ സംസാരിക്കാണ്ടിരിക്കുക. പിന്നെ രാത്രിയും അങ്ങനെയൊക്കെ വിളിച്ച് കടമാക്കേണ്ട, നമ്പർ നോട്ട് ചെയ്തിട്ട് പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുകയും അതിനൊക്കെ നിൽക്കണം. പിന്നെ 9 മണിക്ക് ശേഷം വരുന്ന കോൾ എടുക്കുകയും വേണ്ട. രാത്രി പാതിരക്കാരും കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വിളിക്കൂലല്ലോ. പിന്നെ അതുപോലെ എൻ്റെ സുഹൃത്താണ്, ഞാൻ തന്നെ നമ്പർ, എന്നെ പരിചയമുണ്ട്, എൻ്റെ ആൾക്കാരാണെന്നെല്ലാം പറഞ്ഞാൽ ഒന്നും വിശ്വസിക്കരുത്. അല്ല, പച്ച കള്ളത്രാണ്. ഞാനുണ്ടെങ്കിൽ ഞാൻ തന്നെ ഡയറക്റ്റ് അല്ലാണ്ട് വേറെ ആളെ കൊണ്ട് പറയാം ഞാൻ വേറെ ആൾക്ക് നമ്പർ കൊടുക്കുക ഒന്നുമില്ല. അതെല്ലാം നിങ്ങളോട് പറയാണ്ട് ഞാൻ ചെയ്യില്ല. ഒന്നും വിശ്വസിക്കരുത്. ആളുകൾ പല ഉടായ്പും പറയും. ആൾക്കാരോട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടേ നേരിട്ട് വരുവാൻ പറയാം. നേരിട്ട് തന്നെ, അല്ലാണ്ട് ഫോണിലൂടെ അല്ലല്ലോ. അപ്പോൾ മാക്സിമം വെറുതെ ഇങ്ങനെ സംസാരിച്ച് അടുത്ത മാസം ഗൾഫിലാണ്, അടുത്ത മാസം വരും, അതിൻ്റെ അടുത്ത മാസം വരും എന്നെല്ലാം പറഞ്ഞ് നീട്ടുന്നോലൊന്നും വിശ്വസിക്കരുത് കേട്ടോ. ആർക്കും ഓളെ ഫോട്ടോ അയച്ചു കൊടുക്കരുത്. ഓളോട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ വീഡിയോ കോൾ എന്ന് പറഞ്ഞാലൊന്നും നിൽക്കുകയും വേണ്ട കേട്ടോ. ശ്രദ്ധിക്കണം, പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, പിന്നെ ഷാജിദാൻ്റെ ഏട്ടത്തിയും ഷാജിദയും ഉമ്മയും ഉപ്പയും എല്ലാം കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവർക്ക് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് നല്ല അങ്ങനെ വലിയ ഫാമിലി ഒന്നും അല്ല, പാവപ്പെട്ട ഫാമിലിയാണ്. അപ്പോൾ സമ്പത്ത് കണ്ട് വരുന്നതൊന്നും നമുക്ക് വേണ്ട. ഒരു 50ൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ, ഭാര്യ മരിച്ചതും ഡിവോഴ്സ് ആയതും ഒക്കെ നമുക്ക് സ്വീകരിക്കാം. പക്ഷേ നിലവിൽ ഭാര്യ ഉള്ളത് വേണ്ട, മക്കളുള്ളതും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഓളെ നല്ല സ്നേഹത്തോടെ കൂടെ ശ്രദ്ധിക്കണം, സംരക്ഷിക്കണം. ഓൾ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഉമ്മ പറഞ്ഞല്ലേ 2 കാര്യത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ളൂ, ചോറ് വാർക്കാനും മുടി കെട്ടാനോ എന്നാണ് പറഞ്ഞത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഓൾ അത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ളതൊരു കാര്യമുണ്ട്. അതൊന്നും പിന്നെ ആ ഒരു വയസ്സ് റേഞ്ചിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ആയിട്ട് വരികയല്ല എന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ഈ വലത് കൈൻ്റെ ആ ബുദ്ധിമുട്ടുണ്ടെങ്കിലും മറ്റേ കൈ കൊണ്ട് അതങ്ങനെ വലിയ വിഷയങ്ങളൊന്നും ഇല്ല. ഈ 2 കാര്യത്തിലേ ആ ഒരു വിഷയമുള്ളൂ. പിന്നെ ഓളധികം സംസാരിക്കുമല്ലോ, ഓളെ കാര്യത്തിന് ഇപ്പം നല്ലൊരു പാർട്ണറെല്ലാം വന്ന് ഉഷാറായല്ലേ ഷാജിദ, അങ്ങ് സെറ്റായിക്കോളും അല്ലേ? അപ്പോൾ തമിഴ്നാട്ടിലുള്ള തമിഴ് ആളുകൾക്കും കോൺടാക്ട് ചെയ്യുക. തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ, ഉടുമൽപേട്ട്, ഈ പറഞ്ഞ പോലെ വേറെ സിസ്റ്ററെല്ലാം ഉണ്ട്, പൊള്ളാച്ചി, ആ ഏരിയയിലുള്ള തമിഴ് കണ്ടിപ്പാக நீங்கள் கால் பண்ணுங்க. இதில் நம்பர் கொடுக்குறேன். கரெக்டாக உங்களை இந்த வீடியோ பார்த்து உங்களுக்கு பிடிச்சிருந்தால் மட்டும் கால் பண்ணணும். சும்மா கால் பண்ணியா பேசலாம், லேடிஸ் இருந்தால் கொஞ்சம் அப்படியே பேசலாம் அப்படி நினச்சி யாரும் கால் பண்ணக்கூடாது, சரிங்களா? கரெக்டாக உங்களுக்கு ஓகே இருந்தால் தமிழ் ஆளுங்களுக்கு கண்டிப்பாக கால் பண்ணலாம். நம்ம வீடியோ நிறைய தமிழ்நாட்டிலேருந்து நிறைய பேர் பார்த்துட்டு தான் இருக்குது, தெரியும். முன்னாடியெல்லாம் நிறைய பேர் கால் பண்ணியிருந்தேன் தமிழ்நாட்டில், அப்புறம் கோயம்புத்தூரில் இருந்தால் வீடியோ போடணும் அப்படி கால் பண்ணியிருந்தேன். கண்டிப்பாக உங்களுக்கு தமிழ்நாட்டிலும் இந்த மாதிரி டிஃப்ரெண்ட்லி ஏபிள்டானவங்க, அது இல்லாமல் நார்மலாக மேரேஜ் பார்க்கணும் அப்படி யாராவது இருந்தாலும் கண்டிப்பாக கால் பண்ணுங்கள். என்னோடய நம்பர் இதில் போடுறேன். அதில் கால் பண்ணிடுச்சுன்னா இந்த மாதிரி உங்கள் வீட்டுக்கு வந்து இப்படி ஒரு வீடியோ போட்டு மேரேஜ் விஷயமெல்லாம் சொல்லி அது பார்த்து உங்களை பிடிச்சவர் டைரெக்டாக உங்களை கால் பண்ணுவேன். அந்த மாதிரி ஒரு இது இருக்குது. கேரளா மட்டும் அப்படியெல்லாம் கிடையாது. கேரளாவும் தமிழ்நாடும் கர்நாடகையோ எங்கே இருந்தாலும் நம்ம அங்கேயெல்லாம் மேரேஜ் செட் பண்ணுறதுக்கு ரெடியாக தான் இருக்குது. அங்கே வந்து இப்படி வீடியோ போடுறதுக்கு எவ்வளோ தூரம் ட்ராவல் பண்ணுறதுக்கும் எனக்கு எதுவும் பிரச்சனை கிடையாது. அப்போ கண்டிப்பாக நீங்கள் கால் பண்ணுங்கள். அப்போது അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിളിക്കുക, അനാവശ്യമായിട്ട് ആരും വിളിക്കാതിരിക്കുക കേട്ടോ. ഓക്കെ.